PSC കരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025, 2024 തുടങ്ങി വർഷങ്ങളിലെ 10th ലെവൽ പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് PYQs ആണ്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 18-ാം തീയതി നാളെ നടക്കുന്ന എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് അവതരിപ്പിക്കുന്നു. 1. ഇൻക്യൂബുലേറ്ററിൽ താപം പ്രചരിക്കുന്നത് ഏത് രീതിയിലാണ്? ഇൻക്യൂബുലേറ്ററിൽ താപം പ്രചരിക്കുന്നത് ഏത് രീതിയിലാണ്? വികിരണമാണ്. വികിരണം പ്രകാരമാണ് ഇൻക്യൂബുലേറ്ററിൽ താപം പ്രചരിക്കുന്നത്. ചന്ദ്രൻ്റെ ഭ്രമണകാലം എത്രയാണ്? ചന്ദ്രൻ്റെ ഭ്രമണകാലം എത്രയാണ്? 27 ദിവസം. 27 ദിവസമാണ് ചന്ദ്രൻ്റെ ഭ്രമണകാലം. പെൻസിൽ കോമ്പസിൻ്റെ ചലനം എന്താണ്? വർത്തുള ചലനം. പെൻസിൽ കോമ്പസിൻ്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. വെള്ളത്തിൻ്റെ ഏറ്റവും ഊർജ്ജമുള്ള അവസ്ഥ ഏതാണ്? നീരാവി. നീരാവിയാണ് വെള്ളത്തിൽ ഏറ്റവും ഊർജ്ജമുള്ള അവസ്ഥ. ഏതാണ്? നീരാവിയാണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരിലാണ്. തഞ്ചാവൂർ. ജലത്തിൻ്റെ ഘടകമൂല്യങ്ങൾ ഏതൊക്കെയാണ്? H2O, ഹൈഡ്രജനും ഓക്സിജനുമാണ്. ജലത്തിലെ ഘടകമൂല്യങ്ങൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഒരു എക്സാമ്പിൾ ഏതാണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം PVC ആണ്. പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. വൈക്കം സത്യാഗ്രഹത്തിൽ സവർണ ജാഥ നയിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹം 603 ദിവസം ഉണ്ടായിരുന്നു. സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ലോകത്തിലെ ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കേബിൾ ലംജാവോ. ഏതാണ്? കേബിൾ ലംജാവോ. മണിപ്പൂരിലെ കേബിൾ ലംജാവോ ആണ് ലോകത്തിൽ ചലിക്കുന്ന ദേശീയോദ്യാനം. പല്ലവന്മാരുടെ ക്ഷേത്ര നിർമ്മാണ ശൈലി ഏതാണ്? ദ്രാവിഡ ശൈലി. ദ്രാവിഡ ശൈലി ഉള്ളത് ആർക്കാണ്? പല്ലവന്മാരാണ്. പല്ലവരുടെ ക്ഷേത്ര നിർമ്മാണ ശൈലിയാണ് ദ്രാവിഡ ശൈലി. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ആരാണ്? ഗോൾഡാണ് അല്ലേ. ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ 2023 നേടിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത്? വിഴിഞ്ഞം തുറമുഖം. നെയ്യാറ്റിൻകരയിലെ വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. എറണാകുളത്തെ കുമ്പളങ്ങിയാണ് മാതൃക മത്സ്യബന്ധന ഗ്രാമം. ആധുനിക കാലത്തെ അത്ഭുതം എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ കേരളീയ വനിത ആരാണ്? PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ കേരളീയ വനിതയാണ് PT ഉഷ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യവുമായി ബന്ധപ്പെടുന്ന വിപ്ലവമാണ് നീലവിപ്ലവം. ഓർത്തിരിക്കുക. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെടുന്നു? മത്സ്യം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? മാമാങ്കം നടന്ന തിരുനാവായ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏതാണ്? യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. പെപ്പറാണ് യവനപ്രിയ എന്നറിയപ്പെടുന്നത്. യക്ഷഗാനം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡാണ് യക്ഷഗാനം ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലുള്ള കേരളത്തിലെ ജില്ല. കാസർഗോഡാണ്. സംസ്ഥാനം കർണാടകയാണ്. കഥകളി രൂപം കൊണ്ടത് ഏത് കലാരൂപത്തിൽ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ്. എന്താണ് രാമനാട്ടം എന്നത്? എന്താണ്? കഥകളി രൂപം കൊണ്ടത് ഏത് കലാരൂപത്തിൽ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. നിപ്പ എന്നത് നിപ്പയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? വൈറസാണ്. നിപ്പ വൈറസാണ് അല്ലെ. നിപ്പയ്ക്ക് കാരണമാകുന്ന വൈറസാണ്. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? 1861 മാർച്ച് 12. കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽപാത പ്രവർത്തനം ആരംഭിച്ചത് 1861. കേരളത്തിലെ കുർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? പേരമ്പാട് ചുരമാണ്. പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? ശാരദാ സദൻ. ശാരദാ സദൻ ആണ് പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം. ISRO രൂപീകരിച്ച വർഷം 1969. ISRO രൂപീകരിച്ചത് 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു?
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ് സതി എന്ന ചിത്രം വരച്ചത്. നന്ദലാൽ ബോസ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത്. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭാഗം 4A. ഭാഗം 4Aയിലാണ് മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ? 226. ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 226. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിറ്റൻ പ്രഭു. ലിറ്റൻ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളമാണ്. എറണാകുളമാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ്. കേരളത്തിലെ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കുണ്ടറ. കൊല്ലത്തെ കുണ്ടറ എന്ന പ്രദേശത്തിൽ കേരളത്തിൽ കളിമണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം കുണ്ടറ, കൊല്ലം. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡോളജിയാണ്. പെഡോളജിയാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കൊല്ലത്തെ ശാസ്താംകോട്ട കായലാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 നദികൾ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് 3. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6 എണ്ണം. കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ കേരളത്തിലെ പങ്ക് എത്ര ശതമാനമാണ്? 1.18%. 1.18%. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 77 താലൂക്കുകൾ. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 77. നിയമത്തിന് മുന്നിലെ സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. സർക്കാർ ഉദ്യോഗസ്ഥരോട് കടമ നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. മാൻഡമസ്. സർക്കാർ ഉദ്യോഗസ്ഥരോട് കടമ നിർവഹിക്കാൻ പറയുന്നത് റിട്ട് മാൻഡമസ് ആണ്. മൗലിക കടമകൾ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സുരൻസിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി സുരൻസിംഗ് കമ്മിറ്റി. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച വർഷം? 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഗൗരി പാർവതിബായി. റാണി ഗൗരി പാർവതിബായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. കേരള സിംഹം എന്ന കൃതി രചിച്ചത് ആര്? സർദാർ കെ.എം. പണിക്കർ. സർദാർ കെ.എം. പണിക്കറാണ് കേരള സിംഹം എന്ന കൃതി രചിച്ചത്. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പയാണ് 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയ താരം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. കേരള ആരോഗ്യ സർവകലാശാല എവിടെയാണ്? തൃശ്ശൂരിലാണ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന മരം ഏതാണ്? വില്ലോ മരം. വില്ലോ മരമാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാനായി കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന മരം വില്ലോ ആണ്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത്? ചൈന. ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ചൈനയാണ്. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണം എന്ന പ്രതിഭാസമാണ്. വിസരണമാണ് ആകാശത്തിന്റെ നീലിമയ്ക്ക് കാരണം. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ ഏജൻസി ഏതാണ്? അനൽട്ടാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ്, ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടാൻ പ്രധാന കാരണം എന്താണ്? മൺസൂൺ മഴയും വേനൽക്കാലവും മാറി മാറി വരുന്നത്.
മൺസൂൺ മഴയും വേനൽക്കാലവും മാറി മാറി വരുന്നത് കൊണ്ടുണ്ടാകുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 2 മണിയായാൽ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? 7:30. വൈകിട്ട് 7:30 ആയിരിക്കും. ഗ്രീനിച്ച് സമയം 2 മണിയായാൽ ഇന്ത്യയിലെ സമയം വൈകിട്ട് 7:30. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ജംഷഡ്പൂരിലാണ്. ടാറ്റ ഇരുമ്പുരുക്കുശാല ജംഷഡ്പൂരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്കുശാല. ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം വൈക്കത്താണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് ഏത് അവയവത്തിലാണ്? കരളിലാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത് എപ്പോഴാണ്? 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ലഭിക്കുന്ന പരമാവധി ധനസഹായം 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ലഭിക്കുന്ന പരമാവധി ധനസഹായം. അറ്റോമിക് സംഖ്യ 8 ആയിട്ടുള്ള മൂലകം ഓക്സിജനാണ്. ഓക്സിജന്റെ അറ്റോമിക് സംഖ്യ എന്താണ്? 8 ആണ്. ഏറ്റവും താഴ്ന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും താഴ്ന്ന താപനില. ആവർത്തന പട്ടിക അറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയത് ആരാണ്? മെൻഡലീഫ് ആണ്. മെൻഡലീഫ് അറ്റോമിക മാസിനെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കി. ആവർത്തന പട്ടിക അറ്റോമിക് നമ്പർ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചത് ആരാണ്? മോസ്ലിയാണ് അറ്റോമിക് നമ്പർ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത്. സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ. എപ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ്. അല്ലെ? കായംകുളം താപവൈദ്യുത നിലയത്തിലെ പ്രധാന ഇന്ധനം ഏതാണ്? നാഫ്തയാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനം ഏതാണ്? നാഫ്തയാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? തെന്മല കൊല്ലത്താണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. ബുദ്ധമയൂരി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പീച്ചിയിലാണ്. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? റൈച്ചൽ കേഴ്സൺ. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളത്താണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാട്. നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടാണ് ഇരവികുളത്ത് സംരക്ഷിക്കപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. 2003 വന്ന പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. കൊച്ചിയിലെ മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം. കപ്പലൂട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? V.O. ചിദംബരം പിള്ളയാണ് കപ്പലൂട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണ്? ജാറിയ കൽക്കരിഭൂമി ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ്. ഊർജ സ്രോതസ്സുകളിൽ പെടുന്ന 3 പാരമ്പര്യേതര ഊർജങ്ങൾ ഏതൊക്കെയാണ്? വേലിയേറ്റ ഊർജം, ജൈവവാതകം, സൗരോർജം. ഇവയാണ് ഊർജ സ്രോതസ്സിൽ പെടുന്ന പാരമ്പര്യേതര ഊർജങ്ങൾ. വേലിയേറ്റ, ജൈവവാതകം, ഊർജം, സൗരോർജം. വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മലയാളി അംഗം ആരാണ്? K.M. പണിക്കർ. സർദാർ K.M. പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മലയാളിയാണ്. കേരളത്തിലെ ആദ്യ വനിതാ സബ് ജഡ്ജി ആരാണ്? ഓമന കുഞ്ഞമ്മയാണ് കേരളത്തിലെ ആദ്യ വനിതാ സബ് ജഡ്ജി. പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട്. ഓഗി ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിച്ച തീയതി 2017 നവംബറിലാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആണല്ലോ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? അവകാശ സംരക്ഷണം എന്നത് നിർബന്ധിതമായ ഒരു ചുമതലയാണ്. സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം രചിച്ചത്.
നിപ്പയ്ക്ക് കാരണം ഏതാണ്? നിപ്പ വൈറസ് ആണ്. നിപ്പ ഒരു വൈറസ് രോഗമാണ്. ആദ്യ റെയിൽവേ കൈവണ്ടിപ്പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് 1861 മാർച്ച് 12-ലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂറാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ ഉള്ളത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക കാറ്റ് ഏതാണ്? ലു എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഇന്ത്യയിൽ അനുഭവപ്പെടാറുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് മനത്ത് പത്മനാഭനാണ്. ഐസോടോപ്പുകൾ എന്നാൽ എന്താണ്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്താണ്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വിവിധ രൂപങ്ങളാണ്. കേരളത്തിൽ പ്രവർത്തിച്ച ആദ്യ റെയിൽ പാത ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ബേപ്പൂർ ടു തിരൂർ. ആദ്യ ബേപ്പൂർ ടു തിരൂറാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ആണ് നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തതയാണ്. ലൈംഗിക രോഗങ്ങളിൽ പെടാത്തത്. ഹീമോഫീലിയ ഒരു ലൈംഗിക രോഗമല്ല എന്ന് ഓർക്കുക. ഓപ്ഷൻ പ്രകാരം നോക്കുക. ലിവർ കോശങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന വൈറസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി എന്നത് ലിവർ കോശങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ്. സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ്. റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 21. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടന ആർട്ടിക്കിൾ 21A ആണ്. 21A ആയിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയം ആത്മാവും എന്നറിയപ്പെടുന്നു. ഔദ്യോഗിക ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 8-ാം പട്ടികയിലെ ഭാഷകളുടെ എണ്ണം 22. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ നമ്മൾ കൈക്കൊള്ളുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. പ്രസിഡന്റാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1993. 1993-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1949 ജൂലൈ കൊണ്ട്. 1917 നീലം കർഷകരുടെ സമരം നടന്നത് എവിടെയാണ്? ചമ്പാരൻ. എന്താണ്? ചമ്പാരനാണ്. 1917 നീലം കർഷക സമരം നടന്നത് ചമ്പാരനിലാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരംപുഴ. കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരംപുഴ. കേരളത്തിൽ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരള നദികൾ കബനി, ഭവാനി, പാമ്പാർ. 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. നോട്ട് ചെയ്യുക, മാറരുത്. പാവലിന്റെ പ്രിയങ്ക എന്ന ഇനം വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? കേരള കാർഷിക സർവകലാശാല. കേരള കാർഷിക സർവകലാശാലയാണ് പാവലിന്റെ ഇനമായ പ്രിയങ്ക വികസിപ്പിച്ചത്. കേരളത്തിലെ ആദ്യ കാറ്റാടി വൈദ്യുത നിലയം കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം എവിടെയാണ്? കഞ്ചിക്കോടാണ്. ലോട്ടറി ആരംഭിച്ച കേരളത്തിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ലോട്ടറി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടത്തുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടത്തുന്ന പ്രദേശം കുട്ടനാടാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891-ലാണ്. 1891-ലാണ് മലയാളി മെമ്മോറിയൽ നടന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് എപ്പോഴാണ്? 1888. 1888-ലാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘടന സ്ഥാപിച്ചത്. ആരാണ്? വാഗ്ഭടാനന്ദൻ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആരാണ്? AK ആന്റണി. AK ആന്റണിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായത്. AK ആന്റണിയാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് എന്താണ്? തെങ്ങാണ്. തെങ്ങാണ് 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്. തെങ്ങാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ആണ്. സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം ചെയ്യപ്പെടുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. കേരളത്തിലെ ആദ്യ വൈദ്യുത മന്ത്രി VR കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യത്തിലെ നായിക ആരാണ്? ചന്ദ്രിക. ചങ്ങമ്പുഴയിലെ രമണൻ എന്ന കാവ്യത്തിലെ നായിക ചന്ദ്രികയാണ്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2013-ആണ്. 2013-ലാണ് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. KR നാരായണൻ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? 10. KR നാരായണൻ ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഒന്ന് ഓർത്തു വെക്കുക.
കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെട്ട തമിഴ് നേതാവ് ആരാണ്? പെരിയാർ എന്നറിയപ്പെട്ട ഇ.വി. രാമസ്വാമി നായ്ക്കർ. ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് നേതാവ് പെരിയോർ എന്നറിയപ്പെട്ട ഇ.വി. രാമസ്വാമി നായ്ക്കർ ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ പിരിച്ചുവിടാൻ ഇടയാക്കിയ സമരം ഏതാണ്? വിമോചന സമരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ ആദ്യ പേപ്പർലെസ് ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് കേരളത്തിലെ ആദ്യ പേപ്പർലെസ് ഹൈക്കോടതി. കേരള ഹൈക്കോടതി. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? അത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എവിടെയാണ്? എറണാകുളമാണ്. എറണാകുളമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല. എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം. കേരളമാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാടാണ്. വെള്ളനാടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത്. വെള്ളനാടാണ്. കേരളത്തിലെ ആദ്യ ഈ ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ ഈ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി. KR ഗൗരിയമ്മയാണ്. കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു. ആരാണ്? ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ. ബി രാമകൃഷ്ണ റാവു. കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1956. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 ആണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്താണ് അല്ലെ? എറണാകുളത്താണ് കേരള ഹൈക്കോടതി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളമാണ്. കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. 1957 കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 1957. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. വിമോചന സമരം നടന്ന വർഷം 1959. വിമോചന സമരം നടന്നത് 1959. കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഏത് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ്? ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷൻ. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം ഏതാണ്? പനമരം. പനമരമാണ് കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം. പനമരമാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ്. ഇടമലക്കുടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ഓർത്തുവെക്കണം. നെക്സ്റ്റ്, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷത എന്ന വാക്കുകൾ ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. 1926 42ാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷത എന്ന വാക്കുകൾ കൂടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഏത് തീയതിയാണ്? 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ച തീയതി 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത്. 47 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ച തീയതി, വർഷം ഏതാണ്? ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ച വർഷം 1950. ദേശീയ ഗാനവും ഗീതവും അംഗീകരിച്ച തീയതി, വർഷം എന്താണ്? 1950 തന്നെയാണ്. ഇന്ത്യൻ ദേശീയ കോൺഗ്രസിന്റെ INCയുടെ ആദ്യ വനിതാ അധ്യക്ഷ ആരാണ്? ആനി ബസന്റ്. ആനി ബസന്റാണ് INCയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ. ആരാണ്? ആനി ബസന്റ്. ഇന്ത്യൻ ദേശീയ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ അധ്യക്ഷ ആരാണ്? ഇന്ത്യക്കാരിയായിട്ടുള്ള അധ്യക്ഷ ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ അധ്യക്ഷ. ഇന്ത്യൻ വനിതാ അധ്യക്ഷ സരോജിനി നായിഡു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 പഞ്ചാബ്. ജാലിയൻവാലാബാഗ് നടന്നത് 1919. ദണ്ഡിയാത്ര നടന്ന വർഷം 1930. സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. ആത്മോപദേശ ശതകം രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം രചിച്ചത്. വേദാധികാര നിരൂപണം രചിച്ചത് ആരാണ്? ചട്ടമ്പിസ്വാമി. ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ജാതിഭൂമി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതിഭൂമി എന്ന കൃതി രചിച്ചത്. അപ്പോൾ ഇതെല്ലാം ഓർത്തു വെക്കണം. നെക്സ്റ്റ്,
സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. മലയാളി മെമ്മോറിയൽ 1891 സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി 1896 ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ശക കലണ്ടറാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. ദേശീയ കലണ്ടർ നിലവിൽ വന്ന വർഷം 1957. ദേശീയ കലണ്ടർ നിലവിൽ വന്നത് 1957 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയിട്ടുള്ള രേഖാംശം ഏത്? 82.5 കിഴക്കൻ രേഖാംശം. 82.5 കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയ രേഖാംശം. 82.5 കിഴക്കൻ രേഖാംശം കടന്നു പോകുന്ന ഉത്തർപ്രദേശിലെ സ്ഥലം ഏതാണ്? മിർസാപൂർ ആണ്. ഏതാണ് ഉത്തർപ്രദേശിലെ പ്രദേശം? മിർസാപൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ബി ആർ അംബേദ്കർ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടന രൂപീകരണ സഭ ആദ്യമായി സമ്മേളിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടന രൂപീകരണ സഭ ആദ്യമായി സമ്മേളിച്ചു. ഡിസംബർ 9. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് വർഷം 1951-52. ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? സുകുമാർ. ഭരണഘടനയുടെ ആമുഖത്തെ സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ വാക്കുകൾ കൂടിച്ചേർത്തത് 42 ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ച തീയതി 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ച തീയതി 1950. ഇതെല്ലാം മുന്നേ കണ്ടു. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1950. 1950 പ്ലാനിംഗ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ? ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പം 10th ലെവൽ പ്രിലിംസ് എക്സാം നാളെ തന്നെ തുടങ്ങുകയാണ് അല്ലെ? 18-ാം തീയതി തുടങ്ങുകയാണ്. എല്ലാവരും നന്നായി പഠിക്കണം. ഇതിലെല്ലാം PYQs ആണ്. PYQs ഒന്ന് ബേസ് ചെയ്തിട്ട് ഒന്ന് കേട്ടു നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.